സുഹൃത്തുക്കളെ, വേൾഡ് കപ്പ് തുടങ്ങാൻ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ ടീമും സെറ്റാക്കി, എല്ലാ ടീമിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രസീലിൻ്റെ ടീമിൻ്റെ സെലക്ഷൻ ഈ മാസം ഒരു ആഴ്ചക്കുള്ളിൽ നടക്കുന്ന കേൾക്കുന്നത്. എന്നൊരു കാര്യം പറയണത് നിങ്ങൾക്ക്, ആൻസലോട്ടി ബ്രസീലിൻ്റെ പുതിയ കോച്ച് ഓൻ പറയണേ നെയ്മർ എടുക്കൂല, നെയ്മറിന് ഫിറ്റ്നസ് ഇല്ല. എന്നൊരു കാര്യം പറയട്ടെ, ആൻസലോട്ടി മണ്ടല്ലാത്ത തെങ്ങായിരിക്കും ബ്രസീൽ ടീം ഈ വേൾഡ് കപ്പിൽ. നെയ്മർ ഇല്ലാതെ എന്ത് ബ്രസീൽ? ഒരു കാര്യം പറയട്ടെ, ബ്രസീലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? ഏത് ചെറിയ ഏഷ്യൻ ടീമിന് വന്നിട്ട് പൊട്ടിപ്പോകാൻ പാകത്തിനുള്ള അവസ്ഥയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പുട്ടിന് തേങ്ങട്ട പോലെ ഒരു കളി ജയിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. നെയ്മർ ടീമിൽ നിർബന്ധം 30% 40% ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പോലും നെയ്മർ ടീമിക്ക് നിർബന്ധമായിട്ട് എടുക്കണം. അല്ലെങ്കിൽ ആൻസലോട്ടി ആയാലും വേണ്ടില്ല, ഏത് വേറെ കൊമ്പത്തെ കോച്ചായാലും വേണ്ടില്ല, ഒരു കഥയില്ല, ബ്രസീലിന് വേൾഡ് കപ്പ് കിട്ടില്ല. അല്ലെങ്കിലും ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ബ്രസീലിന് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഒരു ബ്രസീൽ ഫാൻസിനും ഉണ്ടാവില്ല കേട്ടോ. കാരണം അമ്മാതിരി ചത്ത കളി കളിക്കണം. പിന്നെ ലാസ്റ്റ് കളി ജയിച്ചു, ഓക്കെ. അതിന് മുമ്പത്തെ കളി നെയ്മർ ഉണ്ടാകുമ്പോൾ അതൊരു ധൈര്യമാണ്. ബ്രസീൽ ടീം എന്നുള്ള ടീമിന് വേൾഡ് കപ്പിൽ ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പോലും നെയ്മർ എന്നുള്ള പ്ലെയർ ടീമിലുണ്ടെങ്കിൽ ആ മഞ്ഞ ജേഴ്സിയിലാണ്ട് ഇറങ്ങുമ്പോൾ അതൊരു പ്രതീക്ഷയാണ്. അത് ഒരു പ്ലെയറെ ആശ്രയിച്ച് കളിക്കേണ്ട അതായതുകൊണ്ടൊന്നല്ല. വേറെ ആരുണ്ട്? ഇത്രയും 10 കൊല്ലം 5 കൊല്ലങ്ങളായിട്ട് റൊണാൾഡീനോ ഉണ്ടായിരുന്നു, കക്ക ഉണ്ടായിരുന്നു, റൊണാൾഡോ ഉണ്ടായിരുന്നു, റോബർട്ടോ കാർലോസ് ഉണ്ടായിരുന്നു. ഒരാൾ പോകുമ്പോൾ ഒരാളായിട്ടുണ്ടായിരുന്നു. നെയ്മർ പോകുമ്പോൾ ആരാളുള്ളത്? നെയ്മറിന് ഒരു പകുതി നിലവാരമുള്ള ഒരു പ്ലെയർ കളിച്ചാലുണ്ടോ ബ്രസീൽ ടീമിൽ? ഇല്ലല്ലോ. അപ്പോൾ നെയ്മർ എന്തായാലും ടീമിൽ വേണം. കാരണം 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നെയ്മർ അവസാനത്തെ വേൾഡ് കപ്പ് പരിക്ക് നിരന്തരമായിട്ട് വേട്ടയാണ്. അതിപ്പോൾ ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ? പരിക്ക് എല്ലാവർക്കും വരും. അപ്പോൾ ചില പ്ലെയറിന് പരിക്ക് കൂടുതൽ വരും. അസാഡിന് അങ്ങനെയല്ലായിരുന്നു. നെയ്മർ ആകുമ്പോൾ ഇപ്പോൾ കുറച്ച് പരിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതിപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? മനഃപൂർവ്വം വലിച്ചു കെട്ടി കൊണ്ടുവരണമെന്നല്ലോ, വരുന്നല്ലേ. ഓരോരുത്തർക്ക് ശരീരത്തിനനുസരിച്ച് പരിക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് വരും, ചിലർക്ക് തീരെ പരിക്കുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നെയ്മർ അവസാന വേൾഡ് കപ്പിനായിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാത്തിരുന്നിട്ട് അവസാനം ആൻസലോട്ടായിട്ട് ടീമിക്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കഥല്ല, കഴിഞ്ഞു. ബ്രസീൽ ടീമിൻ്റെ അവസ്ഥ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അന്ന് ക്രൊയേഷ്യനായിട്ട് നടന്നത് വേൾഡ് കപ്പ് തന്നെ അല്ലത്, ഓർമ്മ ശരിയാണെങ്കിൽ വേൾഡ് കപ്പ് തന്നെയാണ്. എന്നാൽ നെയ്മർ 117 മിനിറ്റിലൊരു ഗോൾ ഇട്ടിട്ടേ വേറെ ഒരു കുട്ടി തിരിഞ്ഞു നോക്കാണ്ടായിട്ടില്ല. നെയ്മർ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട ഗോളാണ്. അവസാനം നിർഭാഗ്യവശാൽ പെനാൽറ്റിയിൽ പുറത്തായി. പക്ഷെ അന്നും നെയ്മർ ടീമിനോടുള്ള അടങ്ങാത്ത സ്നേഹം നെയ്മറിൻ്റെ ഉള്ളിലുണ്ട്. ഒരു പ്ലെയറിന് എന്തൊക്കെ ടീമിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അത് നെയ്മറിന് അറിയാം എന്തൊക്കെ ചെയ്തു കൊടുക്കണമെന്ന്. ആൻസലോട്ടിനെക്കാട്ടി വലുത് തന്നെയാണ് നെയ്മർ, ഒരു സംശയമില്ല. ആൻസലോട്ടി റയൽ മാഡ്രിഡിൻ്റെ വലിയ കൊമ്പത്തെ കോച്ചൊക്കെ ആണെങ്കിലും ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ തന്നെയാണ് രാജാവ്. അതുകൊണ്ട് 30% ഫിറ്റ്നസ്സോടെ ഉണ്ടെങ്കിലും നെയ്മറിൻ്റെ ആ ഒരു സ്ലോട്ടിൽ നെയ്മർ തന്നെ എടുക്കണം. നെയ്മറിനെ എടുക്കാതെ ഈ വേൾഡ് കപ്പ് ബ്രസീൽ പോകാന്നുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട, ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അമ്മാതിരി കളിയാണ് കളിക്കുന്നത്. പിന്നെ നെയ്മർ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ്. ഒന്നുമില്ലെങ്കിൽ നെയ്മറിന് ഒരു 4 സ്കില്ലെങ്കിലും കാണാമല്ലോ. നെയ്മറിൻ്റെ സ്കില്ലെങ്കിലും കാണാം നമുക്ക് വേൾഡ് കപ്പിൽ. നമ്മൾ അടുത്ത വേൾഡ് കപ്പിൽ ഇത്രയും വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ, ഒരു പ്രതീക്ഷയില്ലാതെ വെക്കുമ്പോൾ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. ബാക്കിയുള്ള ടീമുകളൊക്കെ അവസ്ഥ കണ്ടില്ല, എമ്മാതിരി സെറ്റാണ്. ഏത് ടീം എടുത്താലും എല്ലാ ടീമും സെറ്റാണ്. ബ്രസീൽ മാത്രമുള്ള സെറ്റാവാതെ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. റൈറ്റ് ബാക്കിലാളില്ല, മിഡിലാളില്ല, ഫിനിഷിങ്ങിനാളില്ല, മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട്. ആ നേരത്തെ നെയ്മറെ പോലുള്ള ഒരാൾ ടീമിൽ വേണ്ടത് നിർബന്ധമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒറ്റ പോരാടിയിട്ടാണ് ആ കപ്പ് എടുത്തെടുത്ത് യൂറോ കപ്പ്. ആ കളികൾ കണ്ടല്ലേ? പരിക്ക് പറ്റി ഗ്രൗണ്ടിലേക്ക് പുറത്തായിട്ടും കൂടി ക്രിസ്ത്യാനോ ഗ്രൗണ്ടിൻ്റെ പുറത്തുനിന്നാണ് കളി നിയന്ത്രിച്ച് കണ്ട് പോർച്ചുഗലിന് ആ കപ്പ് എടുത്ത് കൊടുക്കുന്നത്. അതേപോലുള്ള ഒരു പ്ലെയറാണ് നെയ്മർ. സ്വന്തം രാജ്യത്തിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് അത്രത്തോളം ഇഷ്ടം ഉള്ളിലുള്ള ആളാണ് നെയ്മർ. നെയ്മറെ താഴ്ഞ്ഞുകൊണ്ട് ഒരു സെലക്ഷൻ സ്വപ്നത്തിൽ പോലും കാണണ്ട. അത് ഇനി ഏത് ആൻസലോട്ടി ആയാലും ഏത് കൊമ്പത്തെ കൊച്ചായാലും. ആൻസലോട്ടിനെ കാട്ടിയും വലുതാണ് ബ്രസീലിലെ നെയ്മർ. നെയ്മർ ഇല്ലാതെ ഒരു ടീമിനെ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണില്ല. കാരണം അതൊരു പ്ലെയർ ആശ്രയിക്കലല്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വരുന്ന സെലക്ഷനിലെങ്കിലും നെയ്മർ എടുക്കണമെന്ന് ആഗ്രഹിച്ചു പോവാം. കാരണം നെയ്മർ ഇല്ലാതെ നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല വേൾഡ് കപ്പ്. ആ നെയ്മറിനെ ഫോട്ടോ ഫ്ലെക്സിലില്ലാത്തൊരു വേൾഡ് കപ്പ് നിങ്ങൾ ആലോചിച്ച് മതി. കുഴപ്പമില്ല, നെയ്മറെ പകരം ഏതെങ്കിലും വല്ല ഐക്കോണിക് പ്ലെയർ കണ്ടെത്തി കൊടുന്നേക്കണേ തിരക്കടില്ല. ഇതോ ഒരു കുട്ടിയില്ലല്ലോ. നെയ്മർ തന്നെ വേണ്ട. അതുകൊണ്ട് നെയ്മർ എടുക്കൽ നിർബന്ധമാണ്. പാരാതിരിക്കാൻ നിർബന്ധമില്ല. ആൻസലോട്ടി എടുക്കണം, എടുത്തേ മതിയാവും.